ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഗം എന്നിവ വരാതിരിക്കാൻ വേണ്ടി ഇത് വെക്കുന്ന സമയത്ത്, എന്നുവെച്ചാൽ ഈ തൈകൾ വെക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെങ്ങനെയെന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെച്ച് കാണിക്കാമെന്ന് വെച്ചത്. ഇതിന്റെ തൈകൾ ഇതിപ്പോൾ ഒത്തിരി പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ ടിപ്സുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഇപ്പം എല്ലാവരുടെ വീടുകളിലും ഒരു 80% ആൾക്കാരുടെ വീട്ടിലും വെച്ച് കഴിയുമ്പോൾ മണ്ടരി രോഗം അങ്ങനെല്ലാം വന്ന് ഇല അങ്ങ് മുരടിച്ചു പോവും, പൂക്കത്തില്ല, കായ്ക്കത്തില്ല, ആ ഒരു രീതിയാവും. ഇത് പോകണമെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു കുഴി എടുക്കുക. 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് നിങ്ങൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം നോക്കി തിരഞ്ഞെടുക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇതിന്റെ പേരാണ് സിറ F1 ഇനത്തിൽപ്പെട്ട മുളകാണ്. ഇത് പെട്ടെന്ന് കായ്ക്കും. ഇങ്ങനെ കുഴിയെടുത്താണ് എല്ലാവരും വെക്കുന്നത്. പക്ഷെ ഇതിലൊരു വ്യത്യസ്തതയുണ്ട്. എന്താണെന്നറിയോ? ഇതാണ് കുമ്മായി. എല്ലാ കടകളിലും വളക്കടകളിലും സുലഭമായി കിട്ടുന്നതാണ് കുമ്മായി. ഇട്ടതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു ചെടികൾ വെക്കാവുള്ളെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു വേറൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മുകളിലോട്ട്, ഈ കുമ്മായത്തിന് മുകളിലോട്ട് ശകലം മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടോ, കുമ്മായി മൂടിപ്പോയി. ഇന്ന് ഞാൻ അടിവളമായി കൊടുക്കുന്നത് ആട്ടിൻകാട്ടമാണ്. ആട്ടിൻകാട്ടം ശകലം മതിയാവും. ഏറ്റവും നല്ലൊരു വളം കൂടിയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇതിനടിയിൽ കുമ്മായം, അതിന്റെ മുകളിൽ ആട്ടിൻകാട്ടം ഇട്ട് കൊടുത്ത് ഇത് മതിയാവും. ശകലം ഇട്ട് കൊടുത്താൽ മതി. ഈ ശകലം കൂടെ മണ്ണ് അതിന് മുകളിൽ ഇടുക. ഇപ്പൊ നമ്മൾ ഈ കുഴി മൂടി. അപ്പൊ നിങ്ങൾ ഓർക്കും തൈ വെക്കാൻ എന്തിനാ കുഴി മൂടിയത്? അപ്പം ഇതിനടിയിലാണ് വന്നിരിക്കുന്നത് കുമ്മായം, മണ്ണിട്ട് മൂടി, അതിന്റെ മുകളിൽ ആട്ടിൻകാട്ടം ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ കുഴി മൂടി. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പ് എന്നാന്ന് വെച്ചാൽ, ഈ കുമ്മായി ഇട്ട് 15 ദിവസം കഴിഞ്ഞാലേ നടാവുള്ളെന്നല്ലേ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ വേരുകൾ ഇതുണ്ടോ, ഈ വേരുകൾ വളർന്ന് താഴോട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു 10-15 ദിവസമാവും. അന്നേരത്തേനും ഈ മുളക് ചെടിക്ക് എടുക്കാൻ പറ്റിയ പരുവത്തിനാവും അതിന്റെ മണ്ണും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല വേരുകളൊക്കെ ആയിട്ടുണ്ട്. ഈ വേരുകൾ ഇനി ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേനും വലുതായി ഇതിന്റെ വളങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ പരുവാകത്തുള്ളൂ. അന്നേരത്തേനും ഈ കുമ്മായവും കലർന്ന് ഈ കുമ്മായം മണ്ണിൽ കലർന്ന് ഇതിനെടുക്കാൻ പറ്റിയ പരുവത്തിനാവും. ചില ചെടികൾക്ക് എടുക്കാൻ പറ്റിയ പരുവാകും. അതുകൊണ്ടാണ് കുമ്മായം അടിയിൽ കൊടുത്തിട്ട് മുകളിൽ ചെടി നടുന്നത്. ഇതിന്റെ ചോട്ടുകൾ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വരെയും നശിച്ചു പോകും. ഈ കുഴി മൂടി കഴിഞ്ഞ്, ഒത്തിരി മൂടണ്ട, ശകലം മൂടാവുള്ളൂ. ശകലം വേപ്പിൻ പിണ്ണാക്ക് കുഴിയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. വീട്ടുകളിൽ ചെടികൾ നടുന്നവരും കൃഷി ചെയ്യുന്നവരൊക്കെ വേപ്പിൻ പിണ്ണാക്ക് മേടിച്ച് വെക്കണം. 1 കിലോയ്ക്ക് 50 രൂപയേ ഉള്ളൂ പൊടികൾക്ക്. കൊടുത്ത് ഒന്ന് ഇളക്കി ഇട്ടാൽ മതി. അതിനുശേഷം ഈ തൈ ശകലം മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. അതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ സൂഡോമോണസിൽ മുക്കിയിട്ട് വേണം വെക്കുവാൻ വേണ്ടി. ഇത്രയും ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പച്ചമുളക് നല്ല രീതിയിൽ കായ്ക്കും. ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ വെക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചു തന്ന രീതികൾ, അടിവളം കൊടുത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് മാത്രമേ വെക്കാവൂ. ഇപ്പൊ ഈ അടിവളവും ഇതെല്ലാം കൊടുത്ത് സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കുകയോ കായ്ക്കുകയോ ഒന്നും ചെയ്യില്ല. പെട്ടെന്നുള്ള രോഗങ്ങൾ വരികയും ചെയ്യും. ഈ ഇലപ്പുള്ളി രോഗം, മണ്ടരി രോഗം, അങ്ങനെല്ലാം. ഇത്രയും ഒരു 3-4 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ മുളക് ഉണ്ടാവും. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.